എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളെ വേദനിപ്പിച്ചതിന് ഇപ്പോഴും ആ വ്യക്തിക്ക് കുറ്റബോധം ഉണ്ടോ എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ഏറ്റവും സ്നേഹമുണ്ടായിരുന്ന ഇപ്പോഴും ഉള്ളൊരു വ്യക്തി, ഹൃദയത്തിൽ നിങ്ങളെന്നും ആ വ്യക്തിയെ മനസ്സിൽ കണ്ടാണ് ജീവിച്ചിരുന്നത്. ആ വ്യക്തിക്കൊപ്പം ജീവിക്കാനും ആ വ്യക്തിക്കൊപ്പം സമയം ചെലവഴിക്കാനും ആ വ്യക്തിക്കൊപ്പം തന്നെ ജീവിതത്തിൻ്റെ സുഖദുഃഖങ്ങൾ പങ്കുവെക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചു. നിങ്ങൾ ആത്മാർത്ഥമായ എല്ലാ സ്നേഹവും നൽകി. പക്ഷേ പലപ്പോഴും അവഗണിക്കുകയായിരുന്നു ആ വ്യക്തി. മനസ്സിൽ വേദന ഉണ്ടായി. നിങ്ങളെയും ആ വ്യക്തിയെയും ഇഷ്ടമില്ലാത്തവർക്കൊപ്പം ചേർന്ന് ആ വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ സ്നേഹിച്ചിട്ടും ആ വ്യക്തി അകന്നു മാറുകയും മറ്റുള്ള ആളുകളിലേക്ക് ആ വ്യക്തി കടന്നു പോവുകയൊക്കെ ചെയ്തു. അപ്പോഴും അവഗണനയും വേദനയും നിരാശയും മോഹഭംഗങ്ങളുമായി നിങ്ങൾ ജീവിച്ചു. എപ്പോഴും മരവിച്ച ഹൃദയം. ഈ ലോകത്തെ കൂടുതലൊന്നും നിങ്ങൾ ആഗ്രഹിച്ചില്ല. ആ വ്യക്തി ഇഷ്ടപ്പെടണം, ആ വ്യക്തി സ്നേഹിക്കണം. താൻ സ്നേഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിൻ്റെ പകുതിയെങ്കിലും ആത്മാർത്ഥത ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ ആ ചെറിയ ആ ഒരു ഭാഗം അത് പലപ്പോഴും യാഥാർത്ഥ്യമാകാതെ ജീവിതത്തിൽ കിടന്നു. ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു. എങ്ങനെയെങ്കിലും എൻ്റെ വ്യക്തി എന്നെ ഇഷ്ടപ്പെടണമെന്ന്, എൻ്റെ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എത്തിപ്പെടണമെന്ന്, എൻ്റെ വ്യക്തി ഇഷ്ടപ്പെടണമെന്ന്. അങ്ങനെ സ്നേഹിച്ച് കൊതി തീരാത്ത ഒരു വ്യക്തി. പക്ഷെ ആ വ്യക്തിയിൽ നിന്നും അവഗണനകൾ കിട്ടുന്നു. എത്രത്തോളം വിശ്വസിച്ച് ജീവിച്ചിട്ടും അവിശ്വാസി അല്ലെങ്കിൽ അവിശ്വാസം മുദ്ര കുത്തപ്പെട്ടു നിങ്ങളിൽ. എത്ര കാലങ്ങൾ ആത്മാർത്ഥതയോടെ സമീപിച്ചു, എത്ര സ്നേഹിച്ചു, ഹൃദയത്തിൽ മറ്റാർക്കും കൊടുക്കാത്ത സ്ഥാനം നൽകി. പക്ഷേ വിശ്വാസത്തിൻ്റെ ഒരു തരുമ്പ് പോലും കാണിച്ചില്ല. പലപ്പോഴും വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്കൊരാപത്തുണ്ടായപ്പോൾ, നിങ്ങൾക്ക് മനസ്സിലൊരു വിഷമം ഉണ്ടായപ്പോൾ അതൊന്നും പരിഗണിക്കാതെ സ്വന്തം സ്വാർത്ഥത തേടി പോയി. നിങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ആത്മാർത്ഥത തിരിച്ച് നിങ്ങളോട് കാണിച്ചില്ല. നിങ്ങൾ അങ്ങനെയല്ലായിരുന്നു. നിങ്ങൾ സ്നേഹിക്കാതെ ഇരുന്നിട്ടാണ് നിങ്ങളോട് ആത്മാർത്ഥത കാണിക്കാതിരുന്നെങ്കിൽ നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ട്, ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിട്ടൊക്കെ കണ്ടിട്ടും ഹൃദയത്തിൽ ഒരു ആത്മാർത്ഥത നിങ്ങളോട് ആ വ്യക്തി കാണിച്ചില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരുപാട് വേദന ആ കാര്യത്തിലുണ്ടായി. നിങ്ങളുടെ മനസ്സൊരുപാട് വേദനിച്ചു. എങ്ങനെയെങ്കിലും ആ വ്യക്തിയുടെ ഹൃദയത്തിലൊരു സ്ഥാനം, എങ്ങനെയെങ്കിലും ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് എത്തിപ്പെടണം. മനസ്സ് ഉരുകി മനസ്സിൻ്റെ ഉള്ളിൽ അതൊരു വേദനയായിട്ട് ഇങ്ങനെ മാറി വന്നു. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തൊരു വ്യക്തിയാണ് നിങ്ങൾ. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ചൊരു വ്യക്തിയാണ് നിങ്ങൾ. പക്ഷേ ആ വ്യക്തിയിൽ നിന്നുണ്ടായ അവഗണന മാത്രം നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. മറ്റെന്തും നിങ്ങൾ സഹിക്കുമായിരുന്നു, ആ അവഗണന നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ ആ വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ കഴിയില്ല. ആ വ്യക്തി ചിലപ്പോൾ അതൊരു അവഗണനയാണെന്ന് പറയുക പോലുമില്ല. ഞാൻ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചിരിക്കാം. പക്ഷേ നിങ്ങൾ പ്രതീക്ഷിച്ചൊരു സ്നേഹം, നിങ്ങൾ കൊടുത്തതിന് പകരമെങ്കിലും അതിൻ്റെ പകുതിയെങ്കിലും കിട്ടാൻ നിങ്ങൾ ആഗ്രഹിച്ചു. നിസ്വാർത്ഥമായി ജീവിതം മുഴുവനും സ്നേഹിച്ചു. പക്ഷേ സ്നേഹത്തോടൊരു വാക്ക്, ചിലപ്പോൾ ആ വ്യക്തിയെ ചിലർ സ്വാധീനിച്ചതാകാം. സ്വാധീനമെന്നല്ല അതിനെ പറയേണ്ടത്, ദുസ്വാധീനത്തിന് ആ വ്യക്തിയെ ഇരയാക്കിയിട്ടുണ്ടാകാം. പക്ഷേ ആ വ്യക്തി ഒന്ന് തുറന്ന് ചിന്തിക്കാമായിരുന്നു. ഞാൻ ആ വ്യക്തിയെ കണ്ടത്, ഞാൻ പരിഗണിച്ചത്, ഞാൻ ഇഷ്ടപ്പെട്ടത്, എന്തുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല? എന്തുകൊണ്ട് എന്നിലേക്ക് നോക്കിയില്ല? ഞാൻ ആ വ്യക്തിയോട് ചെയ്ത കാര്യങ്ങൾ, ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിച്ച കാര്യങ്ങൾ, അതെല്ലാം ഓർത്തിരുന്നെങ്കിൽ എന്നെ ഒഴിവാക്കാൻ കഴിയില്ലായിരുന്നു, എന്നെ അവഗണിക്കാൻ കഴിയില്ലായിരുന്നു. മറ്റുള്ളവർക്ക് നൽകിയ പരിഗണന എനിക്ക് നൽകിയില്ല. ആ വ്യക്തിയെയും എന്നെയും തകർക്കാൻ ശ്രമിച്ച ആളുകൾ, ആ വ്യക്തിയുടെയും എൻ്റെയും ജീവിതം ഒരുമിച്ച് പോകരുതെന്ന് ആഗ്രഹിച്ച ആളുകൾ, അവർക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ
അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നൽകിയത് എന്തുകൊണ്ട് എനിക്ക് നൽകിയില്ല? ഞാനായിരുന്നല്ലോ ഏറ്റവും ആത്മാർത്ഥത കാണിച്ചത്. എൻ്റെ ജീവിതം തന്നെ ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി മാറ്റിവെച്ചത്. എൻ്റെ ഇഷ്ടപ്പെട്ടവർ, എൻ്റെ ഉടയവർ, ഉറ്റവർ, അവർക്ക് വേണ്ടി അല്ല ഞാൻ ജീവിച്ചത്. ഞാൻ ജീവിച്ചത് ആ വ്യക്തിക്ക് വേണ്ടിയാണ്. എൻ്റെ തിരഞ്ഞെടുപ്പും എൻ്റെ കണ്ടെത്തലുകളും എൻ്റെ ഇഷ്ടവും എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ കണ്ടതൊക്കെ ആ വ്യക്തിയാണ്. പിന്നെ എന്തിനാണ് ആ വ്യക്തി എന്നിൽ നിന്നും അകന്നു പോയത്? ഒരിക്കലും ആ വ്യക്തി പോകരുതായിരുന്നു. ഒരിക്കലും ആ വ്യക്തി എന്നെ അല്ലാതെ മറ്റാരെയും സ്നേഹിക്കരുതായിരുന്നു. ഞാനത് അർഹിക്കുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ആ വ്യക്തി അത്രമാത്രം സ്നേഹിക്കുന്നു. ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ഞങ്ങളെ അകറ്റാനും ഞങ്ങളിലുള്ള ബന്ധം തകർക്കാനും ശ്രമിച്ച ആളുകൾ നിരന്തരമായി ആ വ്യക്തിക്ക് പുറകെ ഉണ്ടായിരുന്നു. അവർക്കറിയായിരുന്നു ആ വ്യക്തി, അല്ലെങ്കിൽ എൻ്റെ വ്യക്തിയുടെ ദുർബലമായ ചിന്തയെ അവർ ദുസ്വാധീനം കൊണ്ട് കീഴടക്കി. അങ്ങനെ എന്നെ മനസ്സിലാക്കാതെ, എൻ്റെ വിശ്വാസത്തെയും ഞാൻ നൽകിയ സ്നേഹത്തെയും മനസ്സിലാക്കാതെ അകന്ന് നിന്നപ്പോൾ, ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ എനിക്കുണ്ടായ ദുഃഖം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് എന്നെക്കുറിച്ചുള്ള ചിന്ത വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ എൻ്റെ പോസിറ്റീവ് എനർജിയോട് പ്രാർത്ഥിച്ചു. ഞാൻ അത്രയും ഇഷ്ടത്തോടെ ഇഷ്ടപ്പെട്ട ഒരാൾ. ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യവും എല്ലാ നന്മയും എനിക്കുള്ളതെല്ലാം ഞാൻ അങ്ങോട്ട് അർപ്പിക്കാം. പക്ഷെ എന്നെ ഒന്ന് സ്നേഹിക്കുക, എന്നെ ഒന്ന് ഇഷ്ടപ്പെടുക. എന്നെ അവഗണിച്ചതിന് ഇപ്പോഴും കുറ്റബോധമുണ്ടോ? തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൽ കുറ്റബോധമുണ്ട്. ആ വ്യക്തി ആരുടെയൊക്കെ വാക്ക് കേട്ടിട്ടാണോ നിങ്ങളെ വേദനിപ്പിച്ചത്, അതിൽ ആ വ്യക്തി ദുഃഖിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. നിങ്ങളെ വേദനിപ്പിച്ച് ഉടൻ തന്നെ ആ വ്യക്തിക്ക് ദുഃഖമുണ്ടായി. നിങ്ങളെ വേദനിപ്പിച്ച് അധികം താമസിയാതെ ആ വ്യക്തി തിരിച്ച് ആ വ്യക്തിയുടെ ശക്തിയോട് പ്രാർത്ഥിച്ചു. തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ, ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, മാപ്പ് ചോദിച്ചുകൊണ്ട് ആ കാൽക്കൽ വീഴാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ആ വ്യക്തിക്ക് മനസ്സിലായി ആ വ്യക്തി ചെയ്തത് തെറ്റാണെന്ന്. കരയുന്ന നിങ്ങളുടെ മുഖം എവിടെയോ ആ വ്യക്തി കാണുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിന് വേദനിച്ചതിന് ആ വ്യക്തി ഇപ്പോൾ ദുഃഖിക്കുകയാണ്. കരഞ്ഞ് കണ്ണീർ ഒഴുകുന്നുണ്ട് ആ വ്യക്തിയുടെ കണ്ണുകളിൽ നിന്ന്. കാരണം നിങ്ങളുടെ ശക്തിയാണത്. നിങ്ങളുടെ പോസിറ്റീവ് എനർജിയോട് ഇതെല്ലാം കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് കുറ്റബോധമുണ്ട്. ആ വ്യക്തി വരും. ഏറ്റവും അടുത്ത സമയത്ത് ആ വ്യക്തി തിരിച്ചെത്തും. വേദനയോടെ നിങ്ങളെ സമീപിക്കും, നിങ്ങളെ സ്നേഹിക്കും. ഒരു ഉറച്ച ബന്ധമായി അത് വളരും, തീർച്ച. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് വലുത്.